ചെമ്മീൻ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് നമുക്ക് ചെമ്മീൻ ഒരു കറിയായിട്ട് വെക്കുന്നതും കൂടെ കാണാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്നൊരു കുക്കിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. എപ്പോഴും കൃഷിയുടെ കാണിച്ചാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇങ്ങനെയാണ് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് കേട്ടോ. ഉണ്ടോ, പെട്ടെന്ന് നമുക്ക് ചെമ്മീൻ ക്ലീൻ ആക്കി എടുക്കാം. അറിയാൻ മേലത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. കണ്ടോ, വാലയിൽ ഇങ്ങനെ പിടിച്ചാൽ മൊത്തം ഇങ്ങനെ ഊരിപ്പോരും. അവിടെ നിന്ന് ഇങ്ങനെയും കൂടെ കണ്ടോ, ഇങ്ങനെ എടുത്ത് നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തം ക്ലീനാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വെട്ടിയൊക്കെ കഴിഞ്ഞു. കണ്ടോ, ഇതെല്ലാം വേസ്റ്റാണ്. നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ പരിപ്പായിട്ട് കിട്ടിയത്. അപ്പോൾ ഇത് ക്ലീനാക്കി ഒന്ന് കഴുകി ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കഴിഞ്ഞു. കണ്ടോ, പെട്ടെന്ന് ക്ലീനാക്കാൻ ചെമ്മീൻ. ഇനി നമുക്ക് കറിയിലേക്ക് പോവാം. നമ്മളിന്ന് ചേന ഇട്ട് ചെമ്മീൻ വറുത്തരച്ചാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം ചേന, ഒരു ചെറിയ സവോള, 2 പച്ചമുളക് ഇതെല്ലാം കൂടെ കീറി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചേന ആദ്യം അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ട് വേവിക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ചു. നമ്മൾ ഗ്യാസിലല്ല, തീ കത്തിച്ച് അടുപ്പത്ത് വെക്കുവാണ്. ഇതിലേക്ക് ശകലം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇത്ര ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ ചേന വെച്ചത് വേകാറായിട്ടുണ്ട്. നമുക്കൊന്ന് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു. ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിവിടെ നിന്ന് വേഗം സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തരച്ചിട്ട് വരാം. നമ്മളതിനായിട്ട് ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഉള്ളി വേണം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ഇടണം. അത് പതുക്കെ ഇടാം. അപ്പം നമുക്ക് തേങ്ങ ഒന്ന് അടുപ്പത്ത് വെക്കാം. തേങ്ങ ഇട്ട് വെക്കാം. ചെമ്മീൻ ഒരുമാതിരി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളി, വാളംപുളിയാണ് പിഴിഞ്ഞ് വെച്ചേക്കുന്നത്, ഒഴിച്ചെടുക്കാം. അവരവരുടെ ആവശ്യത്തിനുള്ള പുളിയാണ് വേണ്ടത്. നമുക്ക് കൊടുക്കാം. തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. അതിലേക്ക് നമ്മൾ ഇത്ര മല്ലിപ്പൊടി ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്ര മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അരപ്പൊക്കെ ചേർത്ത് കണ്ടോ, നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലതാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ, സീ യു.